എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. ഇനി ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മളൊരു ടാലി ഓപ്പൺ ചെയ്താൽ എന്താണ് ഫസ്റ്റ്, അതായത് ടാലിയുടെ ഡാഷ്ബോർഡ്, അതല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലി, ടാലിയിൽ ഗേറ്റ് വേ ഓഫ് ടാലി എന്നാണ് ഈ ഒരു സ്ക്രീനിനെ പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രീനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്, പിന്നെ അവിടെ നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പുതിയൊരു ടാലി വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൽ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു കമ്പനി അതിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ എപ്പോൾ ടാലി തുറക്കുമ്പോഴും ഈ ഒരു സ്ക്രീനാണ് നമുക്ക് വരിക. ഈ ഒരു സ്ക്രീനിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കമ്പനിയുടെ പേരുണ്ടാവും, ഫൈബർ ടെക് എന്ന് കാണാം. നമ്മളെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ അത് ഉണ്ടാവും, പിന്നെ ഇന്നത്തെ ഡേറ്റ് ഏതാണെന്നുള്ളത് അതിലുണ്ടാവും, പിന്നെ വൗച്ചർ എന്തെങ്കിലും എൻ്റർ ചെയ്തിക്കണോ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ വൗച്ചർ ഡേറ്റ് ആണ് ലാസ്റ്റ് എന്ന എൻ്റർ ചെയ്ത ആ ഡേറ്റ് ഇവിടെ കാണാം. അപ്പോൾ അതിൽ നമ്മൾ ഒരു വൗച്ചറും എൻ്റർ ചെയ്തിട്ടില്ല. ഇനി ഇതിൽ വന്ന, അതായത് ടാലി ERP9 ഉപയോഗിക്കുന്ന ഇതിൽ വന്ന ചെറിയ മാറ്റങ്ങൾ പറഞ്ഞു തരാം. അതായത് ടാലി ERP9 ഉപയോഗിക്കുന്നവർക്ക് Alt F12 എന്നാക്കിയാൽ കോൺഫിഗറേഷൻ്റെ ഓപ്ഷൻസിൽ പോകും. എന്നാൽ ടാലി പ്രൈമിൽ വന്നപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ F12 എന്നുള്ള ഓപ്ഷൻസിന് പകരം Alt K എന്നടിച്ചാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പനിയിൽ പോയി കഴിഞ്ഞാലാണ് നമ്മളെ കോൺഫിഗറേഷൻ്റെ ഓപ്ഷൻസ് എല്ലാം വരുന്നത്. ഇനി ഈ ഒരു സ്ക്രീനിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ Alt K അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു കമ്പനി കൂടി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. Alt K എന്ന് അടിച്ചുകൊണ്ട് ക്രിയേറ്റ് എന്ന് കൊടുത്താൽ പുതിയ കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി ആൾട്ടർ ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫൈബർ ടെക് എന്ന ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൽ വല്ല മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാറ്റങ്ങൾ വരുത്താം, ആൾട്ടർ എന്നുള്ള ഓപ്ഷൻസിൽ പോയിട്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ചേഞ്ച്. നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു കമ്പനി കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടിൽ കൂടുതൽ കമ്പനികൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ആ കമ്പനികളുടെ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫൈബർ ടെക് എന്ന ഒരു കമ്പനിയുടെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇനി വേറൊരു കമ്പനിയുടേത് ആണ് നമുക്ക് ഡാറ്റ മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഓപ്ഷൻസ് ആണ്, ഇവിടെ പോയിട്ട് F3 ചേഞ്ച് എന്നുള്ള ഓപ്ഷൻസ്, അതിൽ പോയിട്ട് നമ്മൾ ഏത് കമ്പനിയുടെയാണ്. അപ്പോൾ ഇവിടെ ഒരു കമ്പനിയുടെ പേര് വന്നിട്ടുള്ളൂ. 2-3 കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെ താഴത്തായി ആ കമ്പനിയുടെ എല്ലാം പേര് വരും. അപ്പോൾ ഏത് കമ്പനിയാണോ അത് നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത ഓപ്ഷൻസ് വരുന്നത് സെലക്ട് കമ്പനി. അത് നമുക്ക് കമ്പനി സെലക്ട് ചെയ്യണമെങ്കിൽ, ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് Alt F3. ഇനി കമ്പനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫൈബർ ടെക് എന്ന കമ്പനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷട്ട് കമ്പനി, അപ്പോൾ Ctrl F3 എന്ന് അടിച്ചാൽ ഷട്ട്, അത് ക്യാൻസലാവും. പിന്നെ ഓൺലൈൻ ആക്സസ്, നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ ആക്സസ് മറ്റുള്ളവർക്ക് നമ്മൾ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. അതിന് വേണമെങ്കിൽ റിമോട്ട് ആക്സസ് എന്ന ഓപ്ഷൻസ് ഉണ്ട്, ബ്രൗസ് ആക്സസ്. ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ ഈ ടാലിയിലുണ്ട്. അത് നമ്മൾ റിമോട്ട് ആക്സസ് എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടാലിയുടെ കസ്റ്റമർ പോർട്ടലിലേക്ക് പോകും. അവിടെ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ വരുന്നത് ഫീച്ചേഴ്സ് F11 ആണ്. Alt F11 എന്ന് അടിച്ചാൽ തന്നെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ERP9ലും സെയിം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഫീച്ചേഴ്സിൽ വരുന്നതാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ GSTൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെൻറ്ററി ഓപ്ഷൻസ് വേണോ വേണ്ട, അങ്ങനത്തെ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ എനേബിൾ ആയിട്ടും ഡിസേബിൾ ചെയ്തും വെച്ചിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു F11 ഫീച്ചേഴ്സിൽ വന്നാണ്ട് മാറ്റം വരുത്താം. പിന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാമാണ് F11ൽ വരുന്നത്. പിന്നെ അതിൽ വരുന്നത് സെക്യൂരിറ്റി. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു നമ്മളെ ഡാറ്റയ്ക്ക് ഒരു സെക്യൂരിറ്റി യൂസർ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നമ്മളെ ഡാറ്റ പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫൈബർ ടെക് എന്ന കമ്പനിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചാൽ മാത്രമേ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ Control Access യുവർ കമ്പനി ഡാറ്റ എന്നുള്ളത് യെസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതെന്തെങ്കിലും പാസ്വേഡ് ഏതാണോ, യൂസർ ഐ ഡി എന്താണോ അത് പാസ്വേഡ് എൻ്റർ ചെയ്യുക, കൺഫേം ആ പാസ്വേഡും കൂടി ഒന്നുകൂടി ചെയ്യാം.
പിന്നെ അതേമാതിരി ഇതിൽ വേറെ ഫീച്ചേഴ്സ് വരുന്നത് എനേബിൾ ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ്. അതായത് കമ്പനികളിലെല്ലാം ഓഡിറ്റ് നടക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഓൺ ചെയ്ത് വെച്ചാൽ അവർക്ക് ഡാറ്റ, അവർക്ക് യൂസർ ഐ ഡിയും പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിലത്തെ ഡാറ്റകളെല്ലാം കാണാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് യെസ് കൊടുക്കാം. എന്നിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഓഡിറ്റ് വരുന്ന ആളുകൾക്ക് ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. പക്ഷേ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ എഡ്യൂക്കേഷൻ മോഡിൽ ഓൺ ചെയ്യണമെന്നിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ യെസ് കൊടുക്കാം. പിന്നെ ഏറ്റവും താഴത്തായിട്ട് സെക്യൂരിറ്റി സെറ്റ്, യൂസർ സെക്യൂരിറ്റി, നമുക്ക് യൂസർ 2-3 യൂസറെ ആഡ് ചെയ്യാം. എന്നിട്ട് യൂസർ സെക്യൂരിറ്റി സെറ്റിങ്സ് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് ഇതുപോലെ തന്നെ യൂസർ ഐ ഡിയും പാസ്വേഡും ഓരോ യൂസേഴ്സിന് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ടാലിയിലുണ്ട്. അത് അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ കമ്പനി ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ടാലി വോൾട്ട് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ടാലിയുടെ ഡാറ്റ. ഇതിന് നമുക്ക് ഇതേമാതിരി തന്നെ ടാലിയുടെ ഡാറ്റ വോൾട്ട് എന്നുള്ള ഓപ്ഷൻസിൽ ചെയ്ത് വെക്കാം, യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട്. പക്ഷേ നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡോ മറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അവിടെ കൊടുത്തിട്ടുണ്ട് ഇഫ് യു ഫോർഗെറ്റ് ടാലി വോൾട്ട് പാസ്വേഡ് ഇഫ് യു വിൽ പെർമനൻ്റ്ലി ലോസ് ദ കമ്പനിയുടെ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൺസ് നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് അതിന് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഡാറ്റ എല്ലാം പോകുന്നതാണ്. പിന്നെ അടുത്ത വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ്. നമ്മൾ ഇതിൽ ചെയ്യുന്ന എല്ലാ ഡാറ്റകളും വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിൽ നമ്മൾ എവിടെയൊക്കെയാണ് സേവ് ചെയ്യുന്നുള്ളത് ആ ഡാറ്റ പാത്ത് ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഏത് നമ്മൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എവിടെയാണെന്നുള്ളത്. സ്പെസിഫൈ പാത്ത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എവിടെ സ്പെസിഫൈ പാത്ത് എന്ന് കൊടുക്കുക. ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സെലക്ട് ഡ്രൈവ് ഒന്ന് അടിച്ചിട്ട് നമ്മളൊരു ഡെസ്ക്ടോപ്പിലാണെങ്കിൽ അതങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഏത് ഫോൾഡർ ആണെന്നുള്ളത്. നമുക്ക് എവിടെയാണ് സേവ് ചെയ്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് ഈ പാത്ത് ഡാറ്റ ബാക്ക് പാത്ത് എന്നുള്ളത് അതല്ലെങ്കിൽ ഡാറ്റ പാത്ത് എന്നുള്ളത് അവിടെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതല്ലാന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായത് ടാലിൻ്റെ സീലായിരിക്കും ടാലി സേവ് ചെയ്തിരിക്കുക, അതായത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഡാറ്റ എന്ന ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നോർമലി ഓട്ടോമാറ്റിക്കായി അത് സേവ് ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്ക് ടാലി പാത്ത് മാറ്റി കൊടുത്താൽ നമുക്ക് എവിടെയൊക്കെയാണോ ടാലിയുടെ ഡാറ്റ സേവ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഡാറ്റയിൽ വരുന്ന ഓപ്ഷൻസാണ് ബാക്കപ്പ് ചെയ്തേക്കാം. നമുക്ക് ഡാറ്റ വേണമെങ്കിൽ ബാക്കപ്പ് ചെയ്തേക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അത് ബാക്കപ്പ് ചെയ്ത ഡാറ്റ റീസ്റ്റോർ ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ള പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ 2020 മുതലാണ് എന്ന് വിചാരിക്കാം. ഇപ്പോൾ 2021 കഴിഞ്ഞു, 22 കഴിഞ്ഞു, അപ്പോൾ 22ആയി. അപ്പോൾ 2020 to 21 എന്നുള്ളത് ഡാറ്റ മാത്രം വേറൊരു ടാലിയും 21 to 22 വേറെ ടാലിയും ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സ്പ്ലിറ്റ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് എന്ന് മുതലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എന്ന് മുതലാണെന്നുള്ള ഡേറ്റ് കൊടുക്കുക. വേണമെങ്കിൽ താഴത്തെ കമ്പനിയുടെ പുതിയ പേരെന്താണെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തത് സ്പ്ലിറ്റ് ഫ്രം 1 സെപ്റ്റംബർ 2021 മുതൽ. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ 2020 to 21 ആണെന്നുണ്ടെങ്കിൽ 21 പിന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ 2021 മുതലുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടതെങ്കിൽ 1 ഏപ്രിൽ 2021 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ടാലി അവിടുന്ന് അവിടെ സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആകുന്നതാണ്. പിന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്ത പാത്ത് എവിടെയാണോ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവ് ആവും. ഈ ഒരു ഓപ്ഷൻസാണ് ഈ ഡാറ്റയിൽ വരുന്നത്. പിന്നെ ഈ ഒരു എക്സ്ചേഞ്ച് എന്ന ഓപ്ഷൻസിൽ നമുക്കറിയാം വലിയ കമ്പനികളിലെല്ലാം ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. അവരുടെ കമ്പനിയുടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും ഹെഡ് ഓഫീസിലായിരിക്കും മാനേജ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ ഡാറ്റകളെല്ലാം മാനേജ് ചെയ്യാനും അവിടുത്തെ ഡാറ്റകളെല്ലാം ആക്സസ് ചെയ്യാനും പിന്നെ ഇതെല്ലാം ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻസാണ് ഈ എക്സ്ചേഞ്ച് എന്നുള്ള ഓപ്ഷൻസിൽ വരുന്നത്. അതിൽ ഡാറ്റ സിങ്കറണൈസേഷൻ എന്ന ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റ് ഇതെല്ലാം ഡീറ്റെയിൽസ് കൊടുക്കാം. എന്നിട്ട് ക്ലയൻറ്റിൻ്റെതാണോ ഏതിൻ്റെതായത് ഇതാണ് ആക്സസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഇമ്പോർട്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാം. അതായത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എക്സലിൽ അവൈലബിൾ ആണെങ്കിൽ എക്സലിൻ്റെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻസ്. മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടാലിയിലെ ലെഡ്ജേഴ്സിനെയാണ് നമ്മൾ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഉദാഹരണത്തിന് ഒരുപാട് ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എക്സ്പെൻസിന്, അതുപോലെ സെയിൽസിൻ്റെ ലെഡ്ജർ, അങ്ങനെ ഒരുപാട് ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്.
ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ദൈനംദിന ദിവസത്തിൽ വന്ന ഇടപാടുകൾ ആണ് ട്രാൻസാക്ഷൻ. ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്യാഷ് കുറയുന്നത് അത് എന്തിനാണ്, ഇപ്പോൾ ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നുള്ള ഒരു എൻട്രി പാസ് ചെയ്യും. അതിനാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡാറ്റകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. പിന്നെ കോൺഫിഗറേഷൻ, ഈ ഒരു ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. കോൺഫിഗറേഷനിൽ ഇതിലൂടെ നിന്നാണ് നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യാവുന്ന ഓപ്ഷൻസ് വരുന്നത്. അതിൻ്റെ പാത്തും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇഗ്നോർ എറേഴ്സ് ഡ്യൂറിങ് ഇമ്പോർട്ട്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നോ എന്നാണ് ഡിഫോൾട്ടായിട്ട് ഇത് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് അപ്പോൾ എന്താണ് എറർ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, എറർ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നോ എന്ന് കൊടുക്കുക. പിന്നെ അടുത്തൊരു ഓപ്ഷൻസ് തന്നെ എക്സ്പോർട്ടാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിത് ഈ ഒരു എക്സിസ്റ്റിംഗ് ടാലിയത്തെ മാസ്റ്റേഴ്സ്, അതായത് ഈ ലെഡ്ജേഴ്സ് ഉണ്ടാവില്ല, ഒരുപാട് ലെഡ്ജേഴ്സ് ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലത്തെ ഡാറ്റകളെല്ലാം നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ അതല്ലാതെ ഈ ഒരു ഓപ്ഷൻസ് വരുന്നത് അതർ എന്നുള്ള ഓപ്ഷൻസ് വരുന്നത്. അതിൽ വരുന്നത് നമുക്ക് നമ്മളെ ഈ ഒരു ടാലിയത്തെ എല്ലാ ലെഡ്ജേഴ്സും വേണമെങ്കിൽ, അതല്ലെങ്കിൽ ഡേ ബുക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ എക്സൽ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. എല്ലാ ഓപ്ഷൻസ് വരുന്നത് വലിയ കമ്പനികളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അവർക്ക് പെട്ടെന്ന് അതിൻ്റെ മാനേജർക്കെല്ലാം ബിൽസ് പേയബിൾ എത്രയാണ്, ബിൽസ് റിസീവബിൾ എത്രയാണെന്ന് പെട്ടെന്ന് ഡീറ്റെയിൽസ് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നേരെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാം. ബിൽസ് റിസീവബിൾ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഓപ്ഷൻസ് വരും. കോൺഫിഗർ, അതിൽ എന്തെങ്കിലും നമുക്ക് കോൺഫിഗറിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. നമുക്ക് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഏതാണ് ഇവിടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫോർമാറ്റ് ഏതാണ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏത് ഡ്രൈവിക്കാണ് സേവ് ചെയ്തതിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏത് ഫോൾഡറിക്കാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ അതിൻ്റെ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻസ്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഏത് പീരീഡ് മുതലുള്ള ഡാറ്റയാണ് വേണ്ടത്, ഗ്രൂപ്പിംഗ് വൈസ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. എന്നിട്ട് സെൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന XML ആണ്. നമ്മൾ എക്സൽ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോൺഫിഗറേഷനിൽ നമുക്ക് എക്സൽ ആയി കൊടുക്കാം, അതല്ലെങ്കിൽ PDF ആയി കൊടുക്കാം. എന്നിട്ട് സെൻഡ് എന്ന് കൊടുത്താൽ നമ്മൾ ആ സെലക്ട് ചെയ്ത പാത്തിലേക്ക് അത് എക്സ്പോർട്ടായി വരും. അപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ അവിടെ വരുന്ന ഓപ്ഷൻസ് എക്സ്പോർട്ടിൽ അതർ എന്നുള്ള ഓപ്ഷൻസിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം സെയിൽസ് വൗച്ചർ, ഡേ ബുക്ക്, ഇതെല്ലാം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ഇമെയിലാണ്. നമുക്ക് വേണമെങ്കിൽ നേരിട്ട് നമുക്ക് ഇമെയിൽ അയക്കാം. അതായത് ഈ ഒരു അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പല സ്ഥാപനങ്ങളുടെയും പർച്ചേസ് നടന്നിട്ടുണ്ടാവും, സെയിൽ നടന്നിട്ടുണ്ടാവും പല സ്ഥാപനങ്ങൾക്കും. അപ്പോൾ അവർക്ക് അവരുടെ ലെഡ്ജേഴ്സ് ഒരുപക്ഷെ ആവശ്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് വരും. അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ഇമെയിലായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ലെഡ്ജർ എടുക്കുക, എന്നിട്ട് ഇമെയിലായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇമെയിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താണ്ട് നമുക്ക് നേരിട്ട് നമ്മൾ ഇമെയിലായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ലെഡ്ജേഴ്സ് ആണെങ്കിൽ 1 ലെഡ്ജർ അക്കൗണ്ടാണ്. ഈ പാർട്ടികൾക്കാണെങ്കിൽ 1 ലെഡ്ജർ അക്കൗണ്ട്, ഏതാണ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് മെയിൽ ചെയ്ത് കൊടുക്കാം. അതല്ല ലെഡ്ജേഴ്സ് ആണെങ്കിൽ നമ്മൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എവിടെ നിന്നാണ് അയക്കുന്നത്, ഇമെയിൽ ഫ്രോം എവിടെ നിന്നാണ് അയക്കുന്നത് എന്നതിൽ കൊടുക്കുക. പിന്നെ അതായത് ആ പാർട്ടിയുടെ ഇമെയിൽ ID കൊടുക്കുക. പിന്നെ സബ്ജക്റ്റ് എന്താണ്, ആ സബ്ജക്റ്റ് എന്താണ് അതും കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ടെംപ്ലേറ്റ് പോലെ നമുക്ക് നമ്മളെ മാറ്റർ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നോർമലി മിക്കവാറും ആളുകൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ നമ്മൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചാൽ സെയിം മെയിലായിരിക്കും. പ്ലീസ് ഫൈൻഡ് ദ അറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാലുള്ള സെയിം മോഡൽ ഇതാണെങ്കിൽ അത് നമുക്ക് നേരത്തെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് എടുത്താണ്ട് നമുക്ക് പെട്ടെന്ന് മെയിൽ സെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇതിൽ സാധിക്കും. പിന്നെ വരുന്ന ഓപ്ഷൻസ് ആണ് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. Alt+P എന്ന് അടിച്ചാൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻസ് വരും. അതിൽ അതർ എന്നുള്ള ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ തന്നെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രിൻ്റ് എടുക്കാനുണ്ട് എന്നുള്ളത് നോക്കുക. അത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ ആ പ്രിൻ്ററും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ ഈസി ആയിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് വരും. നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ അതായത് ഈ ഒരു പേജിൻ്റെ സൈസ് മാറ്റാനും പിന്നെ പ്രിൻ്റ് എത്ര കോപ്പി വേണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഈ കോൺഫിഗറേഷൻ എന്നുള്ള ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. പ്രിൻ്റർ സെലക്ട് ചെയ്യുക, എത്ര നമ്പർ വേണം,
മറ്റേ ഹെഡർ ഫൂട്ടർ കാര്യങ്ങൾ മറ്റൊക്കെ ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. വേണമെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ അത് പ്രിൻ്റ് ആവുന്നതാണ്. അടുത്തത് F1, അതായത് ഇത് ടാലിൻ്റെ ആക്ച്വലി ഇതൊരു ഹെൽപ്പ് ഡെസ്ക് ആണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടാലിയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ കെയറുമായി കോൺടാക്ട് ചെയ്യാനൊരു ഓപ്ഷൻ അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പുതിയ ടാലിയിൽ പുതിയ അപ്ഡേഷൻ എന്താണെന്ന് വന്നത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ടാലി അപ്ഡേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്ഷനും അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ ഏത് വേർഷനാണ് ഉപയോഗിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതിന് വേണ്ടി അബൌട്ടിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ സെറ്റിങ്സ്, അതുപോലെ ട്രബിൾ ഷൂട്ടിങ്, നമ്മൾ എന്തെങ്കിലും ടാലി ഉപയോഗിക്കുന്ന സമയത്ത് ടാലി സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ടെക്നിക്കൽ എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ട്രബിൾ ഷൂട്ടിംഗ് എന്ന ഓപ്ഷൻസിൽ കയറി കഴിഞ്ഞിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ടാലിയിൽ. ഇനി ഇതിൽ നമ്മൾ പറയാത്തൊരു കാര്യം ഗോ ടു സെറ്റപ്പ്. ടാലി ERP9 നിന്നും ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഗോ ടു സെറ്റപ്പാണ്. അതായത് ടാലിയിലെ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റും റിപ്പോർട്ടും നമുക്ക് ടാലിയിലെ ഏതൊരു വിൻഡോയിൽ നിന്നും ആക്സസ് ചെയ്യാനൊരു ഓപ്ഷനാണ്. അപ്പോൾ ടാലിയിലെ മറ്റു വേർഷനുകളിലൊന്നും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. ERP9 ആയാലും മറ്റേതൊരു വേർഷൻസിലും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്നും ഈ ഒരു റിപ്പോർട്ടുകൾ നമുക്ക് Alt+G എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിലെ ടാലിയിൽ വരുന്ന എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഇതാണ് ഈ ഒരു ടാലി പ്രൈമിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചേഴ്സായിട്ട് കണക്കാക്കുന്നത് ഇതാണ്. അത് GST റിപ്പോർട്ട് ആയിക്കോട്ടെ, ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ, ക്യാഷ് ബുക്ക് ആയിക്കോട്ടെ, ഏതൊരു റിപ്പോർട്ട് നമുക്ക് ഏതൊരു സ്ക്രീനിൽ നിന്നും. മറ്റത് നോർമൽ ടാലി ERP9 നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ട്രയൽ ബാലൻസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇവിടുന്ന് എസ്കേപ്പ് അടിച്ചു പോയി നമ്മൾ ഗേറ്റ് വേയിൽ എത്തിയിട്ട് ബാലൻസ് ഷീറ്റ് എടുക്കണം, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കണം. അങ്ങനെ ഓരോന്നിനും നമ്മൾ ഓരോ ഓപ്ഷൻസിൽ പോകണം. ഇപ്പോൾ ഈ ഒരു പ്രൈമിലുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു വിൻഡോയിൽ നിന്നും Alt+G എന്ന് അടിച്ചാൽ നമുക്ക് ആ ഒരു ലെഡ്ജറോ അതല്ലെങ്കിൽ ഡേ ബുക്കോ എന്ത് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് വൗച്ചർ ക്രിയേഷനും മറ്റു മാസ്റ്റർ ക്രിയേഷനും ഒക്കെ നമുക്ക് ഇവിടുന്ന് സാധിക്കുന്നതാണ്. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ അടുത്ത സെക്ഷനിൽ നമുക്ക് എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേഷൻ, അതുപോലെ തന്നെ അതിനെ ആൾട്ടർ ചെയ്യുന്നത്, പിന്നെ മറ്റു വൗച്ചർ എൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ സൈൻ ഔട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടോ ക്വറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയായിട്ട് കോൺടാക്ട് ചെയ്യാം.